അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു ജ്യൂസാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. ഒത്തിരി ജ്യൂസുകളുണ്ട്, അതിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മൾക്കൊക്കെ സുലഭമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ജ്യൂസ് കുടിക്കുന്നത്. ഒരു നേരത്തെ ഫുഡ് അവോയ്ഡ് ചെയ്ത് ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കുക്കുംബർ, ഒരു നാരങ്ങ, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി. കുക്കുംബർ അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നാരങ്ങ, ഒരു കഷ്ണം ഇഞ്ചി. ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കും. പിന്നെ ഞാൻ കുറച്ച് തേനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു നിർബന്ധവുമില്ല, ഞാനിപ്പോൾ തേൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പഞ്ചസാരയാണെങ്കിലും മതി. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഈ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കണം, കാരണം അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടേണ്ടതാണ്. അത് ചെറുതായില്ല എങ്കിൽ അത് ശരിക്കും അരയാതൊക്കെ കിടക്കും. അതുകൊണ്ട് തന്നെ വളരെ കനം കുറഞ്ഞ് ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. ക്യാരറ്റിന് ഒരുപാട് ആരോഗ്യ ഗുണമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. കണ്ണിൻ്റെ ആരോഗ്യം കൂട്ടുന്നു, അതുപോലെ ചർമ്മത്തിൻ്റെ സൗന്ദര്യം കൂട്ടുന്നു, രക്തശുദ്ധിക്ക് നല്ലതാണ്. അതുപോലെ വിശപ്പ് ഇല്ലാത്തവർക്ക് വിശപ്പ് ഉണ്ടാകാനായിട്ട് നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ കഴിച്ചാൽ, അല്ലെങ്കിൽ ക്യാരറ്റ് ചുമ്മാതെ പച്ചക്ക് കടിച്ച് തിന്നാലും മതി, സഹായിക്കുന്നു. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെ നല്ല ഒരു സാധനമാണ് ക്യാരറ്റ്. ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചേരുവകൾ കൂടി സ്പെഷ്യലായിട്ട് ചേർത്താലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുക്കുംബർ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. കുക്കുംബർ ഇച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ക്യാരറ്റിനെ പോലെ അത്രയും ഹാർഡായിട്ടുള്ളതാണ്. കുക്കുംബർ സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടിക്കോളും. നമുക്ക് ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല. കുക്കുംബറിനാണെങ്കിൽ ഒത്തിരി ഗുണമുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ഇത്. കുക്കുംബർ നമ്മൾ കഴിച്ചാൽ തന്നെ നമ്മളുടെ വയറ് പെട്ടെന്ന് നിറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി കൂടുമ്പോഴേ, കുക്കുംബറും ക്യാരറ്റും കൂടി കൂടിയൊരു ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ വയറിന് ഇത് ഒത്തിരി നല്ലതാണ്. അങ്ങനെ കുക്കുംബർ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇഞ്ചിക്കും ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇഞ്ചി ചുക്ക് ഒക്കെ ഒത്തിരി നല്ലതാണ് വയറിന്. അത് അരിഞ്ഞിട്ട് കൊടുത്തു. ഇനിയുള്ളത് ഒരു നാരങ്ങയാണ്. ആ നാരങ്ങ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന ആ ഒരേ രീതി തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്യാരറ്റും കുക്കുംബറും ഒക്കെ കൂടി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ജ്യൂസായിട്ട് മാറുന്നു. അത് ഒന്നും കൂടി നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ ധാരാളം ഇരട്ടിക്കുന്നു. ആ നാരങ്ങ ഞാൻ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഓരോ പീസും ഇതുപോലെ അതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. ജ്യൂസർ ഉപയോഗിച്ച് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് കണ്ടോ, തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേന് ഒരു നിർബന്ധമില്ല, തേനിന് പകരം നിങ്ങൾ പഞ്ചസാര ഇട്ടാലും മതി. തേനിടുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആകും. തേനിന് ഒത്തിരി ആരോഗ്യ ഗുണമുണ്ടല്ലോ. ഇനി അതിലേക്ക് വെള്ളമാണ്, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് അതിൻ്റെ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുക്കുംബറിന് ധാരാളം വൈറ്റമിൻസ്, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, അതുപോലെ മിനറൽസ് ഒക്കെ ധാരാളം, മഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ കുക്കുംബറിൽ. ഷുഗർ കുറയ്ക്കും, അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ കുക്കുംബറിൽ. അതുകൊണ്ട് തന്നെ ലിവറിനും പാൻക്രിയാസിനും വളരെ നല്ലതാണ്. ഇതിനകത്ത് പെറ്റിൻ എന്ന ഒരു സോല്യൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് മലബന്ധം, പൈൽസ് അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. 95% വെള്ളമാണ് കുക്കുംബറിലുള്ളത്. നമ്മുടെ ശരീരത്തെ നിർജ്ജലീകരണത്തിന് വളരെ നല്ലതാണ്. നമ്മളുടെ വയറ് നന്നായിട്ട് തണുക്കും. ഇതെല്ലാം കൂടി കൂടിയൊരു ജ്യൂസ് ആകുമ്പോൾ
വളരെ ഹെൽത്തിയാണ്.